الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചറബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസം വളരെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് വന്നു ചേരാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്തു. വിശുദ്ധ റമദാനിലെ ഒട്ടനവധി നന്മകൾ നേടിയെടുക്കുവാനുള്ള പരിശ്രമത്തിലാണ് വിശ്വാസികളായിട്ടുള്ള നാം ഓരോരുത്തരും. ജീവിതത്തിൽ ചെയ്യുന്ന ചെറുതും വലുതുമായ ഒട്ടനവധി ഇബാദത്തുകൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പള്ളിയിലിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് കൈവിരലുകൾ കോർത്തിരിക്കാൻ പാടില്ല എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മറ്റൊന്ന് മുട്ടുകെട്ടി ഇരിക്കുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിരോധിച്ചിട്ടുണ്ട്. ഈ രണ്ടു കാര്യങ്ങളും നമ്മൾ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ, നമ്മൾ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ചില നിബന്ധനകളും ചില മാനദണ്ഡങ്ങളും
ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് അത് ഏറ്റവും പരിശുദ്ധമാകണം എന്നുള്ളത്. സമ്പത്ത് വിശുദ്ധമാകണം. സമ്പത്ത് നൽകിയവൻ അള്ളാഹു ആണെങ്കിൽ ആ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യരുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് ഏറ്റവും വിശുദ്ധമാകണം എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരെ എന്ന് വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ്. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അള്ളാഹു ത്വയ്യിബാണ്, വലാ യുഖ്ബലു ഇല്ലാ ത്വയ്യിബ, നല്ലതല്ലാത്തത് അള്ളാഹു സ്വീകരിക്കുകയില്ല മനുഷ്യരെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ആ മനുഷ്യൻ ഒരു യാത്രക്കാരനാണ്. അദ്ദേഹം സുദീർഘമായി യാത്ര ചെയ്യുകയാണ്. യാത്രക്കിടയിലുണ്ടായ വല്ലാത്ത ബുദ്ധിമുട്ട് കാരണം ആ മനുഷ്യൻ സ്രഷ്ടാവായ പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് തൻ്റെ കൈകൾ ഉയർത്തി അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടാൻ വേണ്ട എല്ലാ ഘടകങ്ങളും, ഒരു പ്രാർത്ഥന അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ശുറൂത്തുകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളായ ആളുകൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്രാർത്ഥനകളുടെ ഘടകങ്ങളും ഒത്തുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം യാത്രക്കാരനാണ്. യാത്രക്കാരൻ്റെ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടും. രണ്ടാമത്തത്, യാത്ര എന്നത് ക്ലേശകരമാണ്. ആ ക്ലേശം സഹിച്ചുകൊണ്ട് ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും. മൂന്നാമത്തത്, കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. നാലാമത്തത്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, അസ്മാഉൽ ഹുസ്ന ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അങ്ങനെ സുദീർഘമായി യാത്ര ചെയ്യുന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിലുണ്ടായ ക്ലേശം പരിഹരിച്ചു കിട്ടാൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവോട് യാ റബ്ബി യാ റബ്ബി എന്ന് ആവർത്തിച്ച് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ള പറഞ്ഞു, ആ മനുഷ്യൻ എത്ര പ്രാർത്ഥിച്ചിട്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന്. എന്തേ റസൂലുള്ള കാരണം പറഞ്ഞത്? മത്അമുഹു ഹറാം, അദ്ദേഹം ഉപയോഗിച്ച ഭക്ഷണം ഹറാമിൻ്റെതാണ്. വമശ്റബഹു ഹറാം, അദ്ദേഹം കുടിച്ച പാനീയം ഹറാമിൻ്റെതാണ്. വമൽബസഹു ഹറാം, അദ്ദേഹം ഉടുത്ത വസ്ത്രം ഹറാമിൻ്റെതാണ്. റസൂലുള്ള പറഞ്ഞു, വഅന്നാ യുസ്തജാബു ലഹ്, എങ്ങനെയാണ് ആ മനുഷ്യന്, എല്ലാം ഹറാമിനാൽ ഊട്ടപ്പെട്ട ഒരു മനുഷ്യൻ റബ്ബിനോട് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ എങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും? ആ മനുഷ്യന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം. സഹോദരങ്ങളെ, സമ്പത്ത് മലീമസമാകുന്നത് നമ്മൾ ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. വിശുദ്ധമല്ലാതാകുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അള്ളാഹു തന്ന സമ്പത്ത് ഒരുപക്ഷേ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് മലീമസമായ വിശുദ്ധമല്ലാത്ത സമ്പത്താണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, പടച്ച റബ്ബിൻ്റെ അടുക്കൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ സമ്പത്ത് വിശുദ്ധമല്ല എന്നത്, ഒരുപക്ഷേ ഹറാമാണ് എന്നത് നമ്മളൊക്കെ നോക്കിക്കാണുന്നത് വല്ലവരുടെയും കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതും കട്ടെടുത്തതും അന്യായമായി കവർന്നെടുത്തതും മറ്റുള്ളവനെ വേദനിപ്പിച്ചെടുത്തതുമൊക്കെ ഒരുപക്ഷേ നമ്മളുടെ സമ്പത്തിലേക്ക് കടന്നുകൂടുമ്പോൾ അതൊക്കെ ഹറാമിൻ്റെതാണ്, അതുമാത്രമാണ് ഹറാം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരെ കാണാൻ കഴിയും. അവിടെയാണ് സഹോദരങ്ങളെ, ഹലാലായ അള്ളാഹു തന്ന സമ്പത്ത് ഒരുപക്ഷേ അവൻ പഠിപ്പിച്ച നിലക്ക് സകാത്തിൻ്റെ അവകാശികളായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഓഹരി കൃത്യമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമ്പത്ത് അത് വിശുദ്ധമല്ല എന്നതും മലീമസമാണെന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സഹോദരങ്ങളെ, സമ്പത്തു നൽകിയവൻ അള്ളാഹു ആണെങ്കിൽ ആ സമ്പത്തിന് അള്ളാഹു ഒരു നിശ്ചിത നിസ്വാബെത്തുമ്പോൾ അതിൻ്റെ ഓഹരി കൃത്യമായി പാവപ്പെട്ട ആളുകൾക്ക്, ഖുർആൻ പറഞ്ഞ അവകാശികൾക്ക് കൃത്യമായി കൊടുത്തു വീട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന സമ്പത്ത് ഹറാമിൻ്റെതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നമുക്ക് സമ്പത്തു തന്നവൻ അള്ളാഹുവാണ്. അൽ മാലു മാലുല്ലാഹ്, സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്, എൻ്റെയും നിങ്ങളുടേതും അല്ല എന്നത് ഖുർആൻ അടിക്കടി മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.
അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാഹ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് ചിലവഴിക്കുന്നവരാണ് ഒറിജിനൽ വിശ്വാസികളെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വിശ്വാസികളുടെ ഗുണമായി അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം. അവരുടെ സമ്പത്തിൽ അവകാശപ്പെട്ട ചില മനുഷ്യന്മാരുണ്ട്. ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവരുണ്ട്. അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആളുകളുണ്ട്. അത്തരം അവകാശങ്ങൾ കൊടുത്തു വീട്ടേണ്ട ആളുകൾക്ക് കൃത്യമായി കൊടുത്തു വീട്ടാതെ തൻ്റെ അവകാശങ്ങളെ കവർന്നു വെക്കുന്നവൻ ആരാണോ അവൻ്റെ സമ്പത്ത് ഹറാമിൻ്റെതാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. റബ്ബിൻ്റെ ദീനിൽ സഹോദരങ്ങളെ എത്ര സമ്പത്തും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എത്ര ഒരു പരിധി ഇസ്ലാം വെച്ചിട്ടില്ല. ലോകത്തെ ഏറ്റവും വലിയ ടോപ്പ് ലെവലിൽ ഒരു വിശ്വാസിക്ക്, ഒരു മുഅ്മിനിന് എത്താൻ കഴിയും സഹോദരങ്ങളെ. സമ്പത്ത് എത്രയും കൈകാര്യം ചെയ്യാൻ കഴിയും. എന്നാൽ അത് ഹലാലിൻ്റെ മാർഗത്തിലൂടെയല്ലാതെ ഒരു തുണ്ട് പൈസ, ഒരു ചില്ലി പൈസ ഹറാമിൻ്റെ മുതൽ സമ്പാദിച്ചു കൂട്ടിയാൽ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയുടെ കോടതിയിൽ ഒരു കാൽ ചുവട് മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സമ്പത്ത് വാരിക്കൂട്ടാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ രണ്ടു കാര്യങ്ങൾ സഹോദരങ്ങളെ കൃത്യമായി മനസ്സിലാക്കണം. ഒന്ന്, നേടുന്ന സമ്പത്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന ഓരോ തുട്ടും അത് ഹലാലിൻ്റെതാണ് എന്ന് കൃത്യമായി ഉറപ്പാക്കാൻ കഴിയണം. അങ്ങനെ സമ്പത്തുകൾ വന്നു ചേർന്നാൽ, അള്ളാഹു നിശ്ചയിക്കപ്പെട്ട ഒരു അവധി എത്തിക്കഴിഞ്ഞാൽ ആ നിസ്വാബ് അനുസരിച്ച് തൻ്റെ സക്കാത്ത് കൃത്യമായി കൊടുക്കപ്പെടേണ്ട അവകാശികൾക്ക് കൊടുക്കുന്നവരാണെങ്കിൽ എത്ര സമ്പത്തും മനുഷ്യന് ഉണ്ടാക്കിയെടുക്കാം എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം നമസ്കാരത്തിൻ്റെ പ്രാധാന്യം അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൻ്റെ ആയത്തോതിയിട്ടാണ് പഠിപ്പിച്ചത്. നമ്മൾക്കറിയാം, നമസ്കാരം നിർവഹിക്കാത്തവൻ മുസ്ലിമിനും കാഫിറും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ നമസ്കാരം ഒഴിവാക്കുന്നവനാണ്. ലാ ഹല്ല ഫിൽ ഇസ്ലാമി തറക്കു സലാ. നമസ്കാരം ഒഴിവാക്കുന്നവന് ഇസ്ലാമിൽ യാതൊരു ഓഹരിയുമില്ല. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ നമസ്കാരവും സകാത്തും ചേർത്തി പറഞ്ഞത് ഖുർആനിലെ 29 സ്ഥലങ്ങളിലാണ്. നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ നോമ്പെടുക്കണം എന്നത് ഖുർആൻ ചേർത്തി പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ 29 തവണ ആവർത്തിച്ച് നിങ്ങൾ നമസ്കരിക്കണം എന്ന് പറഞ്ഞിടത്താണ് നിങ്ങൾക്ക് തന്ന സമ്പത്ത് അത് കൃത്യമായി സകാത്ത് കൃത്യമായി കൊടുത്തു വീട്ടണം എന്നതും അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. പലപ്പോഴും ഒരു സകാത്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ നോക്കിക്കണ്ടിട്ടുള്ളത് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയത് ഒരു പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ, റമദാനിൻ്റെ അവസാനത്തെ പത്തെത്തിയാൽ, എന്നാൽ 25ഉം 27ഉം കടന്നു വരുമ്പോൾ ആ 25ലും 27ലും അള്ളാഹു തന്ന സമ്പത്തിലെ ഒരു നിശ്ചിത അവധി കൃത്യമായി കണക്കുകൂട്ടി കൊടുക്കേണ്ടതിന് പകരമായി തൻ്റെ കയ്യിലുള്ള സമ്പത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തൻ്റെ ഔദാര്യമെന്ന നിലക്ക്, തൻ്റെ ധനികം കൊടുത്തു വീട്ടുന്ന ഒരു ഔദാര്യം തൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന പാവപ്പെട്ടവൻ്റെ കയ്യിലേക്ക് ഏതെങ്കിലും തുട്ടുകൾ 100ഉം 200ഉം 500ഉം 1000ഉം അങ്ങനെ മടക്കി കൊടുത്തത് കൊണ്ട് സകാത്ത് അവിടെ വീട്ടപ്പെടുന്നില്ല. സഹോദരങ്ങളെ, കൃത്യമായി ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് നമ്മളുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് ഞാനൊക്കെ സകാത്ത് കൊടുക്കുന്നുണ്ട്, അതൊക്കെ എനിക്ക് അൽഹംദുലില്ലാ വർഷങ്ങളായി കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ സമാധാനം കൊള്ളുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഖുർആൻ പറഞ്ഞ നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിസ്വാബ് അനുസരിച്ച് സകാത്ത് കൊടുക്കാൻ സഹോദരങ്ങളെ ഇന്നേ വരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ മനസ്സിലാക്കണം. സകാത്ത് എന്നത് ശുദ്ധീകരണമാണ്, എല്ലാ നിലക്കും ശുദ്ധീകരണമാണ്. കൊടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, വാങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്ന സമ്പത്ത് എല്ലാം ശുദ്ധമാവുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് കൊടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരാത്മസംതൃപ്തി ചെറുതല്ല. സഹോദരങ്ങളെ, അള്ളാഹു തന്ന സമ്പത്ത്, എനിക്ക് മറ്റുള്ളവർക്ക് നൽകാത്ത സമ്പത്ത് എൻ്റെ റബ്ബ് എനിക്ക് നിഅമത്തായി റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ നിസാബെത്തിയപ്പോൾ ഞാൻ കൃത്യമായി ഇതാ റബ്ബെ നിൻ്റെ മാർഗത്തിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെ കൃത്യമായി തൻ്റെ സമ്പത്തിൻ്റെ വിഹിതം എത്രയുണ്ടോ അത് കണക്കുകൂട്ടി റബ്ബ് പറഞ്ഞ ആളുകൾക്ക് കൊടുത്തു വീട്ടുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ധനികനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലുണ്ടാകുന്ന ആത്മസംതൃപ്തി
വല്ലാത്തൊരു കുളിരാണ് സഹോദരങ്ങളെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ വാങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം തൊട്ട് അയൽപ്പക്കത്ത് വലിയൊരു ധനാഢ്യനുണ്ട്, വലിയൊരു സമ്പന്നനുണ്ട്. അവന് പടച്ചോനെ എത്ര വലിയ സമ്പത്താണ് കൊടുത്തത്. അസൂയപ്പെടേണ്ടതില്ല സഹോദരങ്ങളെ. എന്തിന് പാവപ്പെട്ടവൻ അസൂയപ്പെടണം? എത്ര വലിയ സമ്പന്നനാണെങ്കിലും അവൻ എൻ്റെ അവകാശപ്പെട്ട സക്കാത്ത് നൽകാൻ അവൻ നിർബന്ധമായും എനിക്ക് നൽകേണ്ടതാണ്. എൻ്റെ അവകാശം വെച്ചുകൊണ്ടിരിക്കുന്ന ധനികൻ്റെ അടുക്കൽ നിന്ന് എനിക്കെൻ്റെ സമ്പത്ത് എനിക്ക് അള്ളാഹു നിശ്ചയിച്ചത് എൻ്റെ കൈകളിലേക്ക് വരും എന്ന് ആശ്വാസം കൊള്ളാൻ ഒരു ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം അവന് സാധിക്കേണ്ടതുണ്ട്. പണക്കാരെ കാണുമ്പോൾ അങ്ങേയറ്റം പൊറുതികേടും അസൂയയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതില്ല. കൊടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവൻ്റെ അവകാശം, പാവപ്പെട്ടവൻ്റെ അവകാശം കൊടുത്തു വീട്ടുന്നവൻ, അത് വാങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തോടുകൂടി വാങ്ങിയെടുക്കാൻ സഹോദരങ്ങളെ കഴിയും. നമ്മൾ ആലോചിക്കണം, നമ്മളുടെ സമ്പത്തിൻ്റെ ശുദ്ധീകരണമാണ് സകാത്ത് കൊടുക്കുന്നതിലൂടെ. എത്രയാ കൊടുക്കാൻ പറഞ്ഞത്? പലപ്പോഴും അതൊക്കെ ഒരു വലിയ സംഖ്യയാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാം പിടിച്ചു മുറുക്കി വെക്കുന്ന മനുഷ്യന്മാരെ കാണാൻ കഴിയും. എത്രയാ ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിച്ചു തന്നത് സഹോദരങ്ങളെ. 1,00,000 രൂപയുള്ളവൻ ഒരു 2,500 രൂപ, എത്ര കുറവാണ്. 97,500 രൂപ അവൻ്റെ കൈവശം വെക്കാൻ അവൻ അവകാശമുണ്ട്. 1,00,000 രൂപ കയ്യിലുള്ളവൻ വെറും 2,500 രൂപ, 1,00,000-ൻ്റെ 2.5% പാവപ്പെട്ടവൻ്റെ അവകാശമാണെങ്കിൽ അത് ഔദാര്യമല്ല. കൊടുത്തു വീട്ടേണ്ടവൻ കൃത്യമായി കൊടുത്തു വീട്ടണം. അങ്ങനെ പിടിച്ചു വെക്കുന്നവരാണെങ്കിൽ സഹോദരങ്ങളെ നമ്മളറിയണം, പെട്ടെന്നൊരസുഖം വന്ന് കാലൊന്ന് വഴുതി വീണ് നമ്മളെ ഒരുപക്ഷെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കാഷ്വാലിറ്റിയിലേക്ക് കയറ്റിയിറക്കുമ്പോൾ 2,500 അല്ല സഹോദരങ്ങളെ ഒരുപക്ഷെ അവിടെ പേ ചെയ്യേണ്ടി വരുന്നത്. വലിയ എമൗണ്ട് ആവും. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടുന്നത് കാഷ്വാലിറ്റിയിൽ കയറി ഇറങ്ങുമ്പോൾ ഒരു 2,500-ൻ്റെ ബില്ല് നമുക്കൊരു പക്ഷെ നിസ്സാരമായിട്ട് തോന്നും. അത്ര മാത്രമേ റബ്ബ് പറഞ്ഞിട്ടുള്ളൂ. 1,00,000 രൂപയ്ക്ക് 2,500 രൂപ കൊടുക്കാൻ എന്തിന് സഹോദരങ്ങളെ നമ്മൾ പിശുക്ക് കാണിക്കണം? ഇതിനെയാണ് പലപ്പോഴും പിശുക്ക് വെക്കുന്നത്. ഒരിക്കലും രക്ഷപ്പെടില്ല എന്നത് ഞാനും നിങ്ങളും തിരിച്ചറിയണം. 2 ലോകത്തും ശിക്ഷയുണ്ട് സഹോദരങ്ങളെ. ചില്ലറ തുട്ടുകൾ ശേഖരിച്ചു വെക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ ഈ സമ്പത്തിൻ്റെ കൈകാര്യകർത്തൃത്വം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കൊടുത്തു വീട്ടേണ്ടവർക്ക് കൊടുത്തു വീട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ തീക്കട്ട കൊണ്ട് തൻ്റെ തലചൊറിയേണ്ടി വരും സഹോദരങ്ങളെ. തീക്കട്ട കൊണ്ട് തലച്ചൊറിയപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ ജീവിതത്തിൽ വരും. സക്കാത്തിനെ പിടിച്ചു വച്ചവൻ ആരാണോ? 2 ലോകത്തും ഗൗരവപ്പെട്ട ശിക്ഷയെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത്. ഒന്നാമത്തേത്, നിലനിൽപ്പിൻ്റെ ആധാരമായ മഴയെ അള്ളാഹു തടഞ്ഞു വെക്കും എന്നതാണ്. ഒന്നാമത്തെ ശിക്ഷ അള്ളാഹു നടത്തുന്നത് ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യന്, ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങൾക്കും ജീവിക്കണമെങ്കിൽ അതിൻ്റെ കൃത്യമായ ഒരു നിലനിൽപ്പ്, അതിൻ്റെ ആധാരമായി ഇസ്ലാം പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ ഖുർആൻ അടിക്കടി വെള്ളത്തെക്കുറിച്ച് ആവർത്തിച്ച് മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തെ തന്നെ റബ്ബ് തടഞ്ഞു നിർത്തും എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വലം യംനഉ സകാത അംവാലിഹിം ഇദാ മുനിഉ അൽ ഖത്റു മിനസ് സമാ. ആരെങ്കിലും അള്ളാഹു തന്ന സമ്പത്ത് അത് പാവപ്പെട്ടവന് കൊടുക്കാതെ പിടിച്ചു വച്ചവൻ ആരാണോ അവന് തൊട്ട് മഴയെ തടയപ്പെടും. എന്നിട്ടും ചില ആളുകൾ പറയും, ഞാനൊന്നും കൊടുക്കാറില്ല, എന്നിട്ടും മഴ പെയ്യുന്നല്ലോ, എന്തുകൊണ്ട് മഴ പെയ്യുന്നു എന്നതൊക്കെ വലിയ അഹങ്കാരത്തിൽ സംസാരിക്കുന്ന മനുഷ്യന്മാരെ കഴിയും. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലൗലൽ ബഹായിമു ലം യംദിറു. ഈ പ്രപഞ്ചത്തിൽ നാൽക്കാലികളില്ലായിരുന്നുവെങ്കിൽ ഒരു തുള്ളി മഴ, സക്കാത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു തുള്ളി മഴ ആകാശത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് റബ്ബിറക്കില്ലായിരുന്നു സഹോദരങ്ങളെ. എന്തുകൊണ്ട് മഴ പെയ്യുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച നാൽക്കാലികൾ ജീവനോടെ വെള്ളം കുടിച്ചു കിടക്കാനാണ് റബ്ബ് മഴയെ അള്ളാഹു സമൃദ്ധമായി അയച്ചു തന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് സകാത്ത് കൊടുക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിൽ അള്ളാഹു മഴയെ തടഞ്ഞു നിർത്തും എന്നത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, ശിക്ഷ കടന്നു വരും എന്നുള്ളതാണ്. ആ ശിക്ഷയെക്കുറിച്ച് സൂറത്തുൽ ഖലമിൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ. സൂറത്തുൽ ഖലമിൽ ഒരു കഥ പറയുന്നുണ്ട്. ഒരു സ്വാലിഹായ മനുഷ്യൻ, ഒരു ഏറ്റവും നല്ല ജീവിതം കാഴ്ചവെച്ച ഒരു മനുഷ്യന്
അള്ളാഹു ഒരു തോട്ടം കൊടുത്തു. ആ തോട്ടത്തിൽ നിന്ന് വിളവെടുക്കുന്ന സമയം അദ്ദേഹം കൃത്യമായി പാവങ്ങളായ ആളുകൾക്ക് സകാത്തിന്റെ ഓഹരി കൃത്യമായി പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സമ്പത്തുകൾ മക്കളെ ഏൽപ്പിക്കുകയാണ്. എന്നാൽ വാപ്പ കൊടുത്തു വന്ന ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് നിശേഷം മാറി നിന്ന മക്കൾ അവർ കുതന്ത്രം പ്രയോഗിക്കുകയാണ്. അവർ രാത്രി സമയം പരസ്പരം അവർ പറയാൻ തുടങ്ങി, നമുക്ക് ആരും കാണാത്തൊരു സമയം, രാത്രി സമയം വിളവെടുത്താൽ ഒരാളും കാണില്ല, നമുക്ക് നമ്മളുടെ സമ്പത്ത് സേവ് ചെയ്യാം, നമുക്ക് സമ്പത്ത് സേവ് ചെയ്യാം എന്ന് ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം പറഞ്ഞ് പാവപ്പെട്ടവൻ ഒരുപക്ഷെ രാത്രി സമയം ഈ നിലത്തിലേക്ക് ഇവിടേക്ക് വരില്ല, അതുകൊണ്ട് ആരും കാണാതെ സ്വകാര്യമായി നമുക്ക് ആ സമ്പത്ത് ഉപയോഗിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞ് പരസ്പരം സംസാരിച്ച ആ മനുഷ്യന്മാർക്ക് അള്ളാഹു കൊടുത്ത ഒരു ശിക്ഷയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് ഫതാഫ അലൈഹിം ത്വായിഫും മിർ റബ്ബിക വഹും നായിമൂൻ. അവർ ഉറങ്ങിക്കിടക്കെ, ഖുർആൻ പറഞ്ഞെന്താ, അവർ ഉറങ്ങിക്കിടക്കെ എല്ലാം അള്ളാഹു തൂഫാനാക്കി കളഞ്ഞു, കീഴ്മേൽ അള്ളാഹു മറിച്ചു കളഞ്ഞു. എല്ലാം അള്ളാഹു തകിടം മറിച്ചു, പറിച്ചു കളഞ്ഞു എന്നതാണ് ഖുർആൻ പറഞ്ഞത്. അവർ ആസ്വദിക്കാൻ വേണ്ടി അവരുടെ വിളവെടുക്കുന്ന സമയം എല്ലാം മൂടിവെച്ച് സ്വകാര്യമായി ജീവിതത്തിൽ ഒന്നുകൂടി ഒന്ന് സേവ് ചെയ്യാം എന്നു കരുതിയതാണ്. ഖുർആൻ പറഞ്ഞത് എന്താണ് സഹോദരങ്ങളെ? അവർ ഒരു വേള ചിന്തിച്ചിട്ടില്ല. പ്രഭാതത്തിൻ്റെ സമയം ചെന്നു നോക്കുമ്പോൾ എല്ലാം കീഴ്മേൽ അള്ളാഹു പൊടിച്ചു കളഞ്ഞു. ഇങ്ങനെ പൊടിച്ചു കളയാൻ കഴിവുള്ളവനാണ്, ശിക്ഷ ഇറക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് എന്നതിനെക്കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. സകാത്ത് കൊടുക്കാതിരിക്കാൻ എന്തൊക്കെ പ്ലാനും പദ്ധതികളുമാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ആലോചിച്ചു നോക്കുന്നത്. വലിയ സമ്പന്നരുണ്ടാകും, എന്നാൽ കണക്ക് നോക്കാതെ എന്തെങ്കിലും ചെറിയ തുട്ടികൾ കൊടുത്ത് ഞാനൊക്കെ സകാത്ത് കൊടുത്തു എന്ന് സമാധാനിക്കുന്ന മനുഷ്യന്മാരെ അറിയണം, അള്ളാഹുവിൻ്റെ ശിക്ഷ അത് ഈ ഭൂമി ലോകത്ത് തന്നെ നിങ്ങളെ പിടികൂടും എന്നതാണ് ഖുർആനിൻ്റെ താക്കീത്. ഒരുപക്ഷെ കൊടുക്കാതിരുന്നു, വലിയ സമ്പത്തുണ്ട്, വലിയ സൗകര്യങ്ങളുണ്ട്, വലിയ ബിൽഡിങ്ങുകളുണ്ട്, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനാണ്, എന്നിട്ട് കൊടുക്കാതിരുന്നാൽ ഒരുപക്ഷെ നമ്മളുടെ ജീവനക്കാരൻ ഒരു സമയം ഫോൺ ചെയ്യും, ഒരു ചെറിയ ഷോർട്ട് സർക്യൂട്ടാണ്, എല്ലാം കത്തിയമർന്നു, ഗോഡൗൺ എല്ലാം തകർന്നു പോയിട്ടുണ്ട് എന്നത് പറയാൻ അധിക താമസമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് കൊടുക്കേണ്ടത് കൃത്യമായി കൊടുത്തു വീട്ടാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി അതൊക്കെ റബ്ബിൻ്റെ കരുതലിലും സംരക്ഷണത്തിലുമാണ് നമ്മൾ പോകുന്നത്. നമ്മളൊന്നും അതിൻ്റെ ഒരു കഴിവുമില്ല എന്നത് റബ്ബിനോട് പറഞ്ഞാണ് വണ്ടി കയറുന്നത്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അല്ലാഹുവേ, എനിക്കൊരു കഴിവും ശക്തിയില്ല, നീയാണ് ഈ വാഹനത്തെ ഉടമപ്പെടുത്തിയത്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമോ എന്നതുപോലെ എനിക്ക് ഉറപ്പില്ല റബ്ബേ. നിന്നിൽ തവക്കുലാക്കി യാത്ര തിരിക്കാണ്. വണ്ടി ഒന്ന് തട്ടിയാൽ സഹോദരങ്ങളെ 1,00,000-ന് 2,500 കൊടുക്കേണ്ടുന്നതിന് പകരം അതൊന്ന് സേവ് ചെയ്യാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ വലിയ ലാഭാകുമല്ലോ എന്നൊക്കെ കരുതി പിടിച്ചു വെച്ച് പോയാൽ ഒന്ന് വണ്ടി ചെറുതായി തട്ടിയാൽ തന്നെ എത്ര ലക്ഷം രൂപയാണ് സഹോദരങ്ങളെ കയ്യിൽ നിന്ന് ഇറക്കേണ്ടി വരിക. അതൊക്കെ അള്ളാഹുവിന് ശിക്ഷയൊക്കെ നടപ്പാക്കാൻ ഒരു താമസവുമില്ല, ഒരു പ്രയാസവുമില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഒരു ചെറിയ നെഞ്ചുവേദന വന്നാൽ സഹോദരങ്ങളെ ഹോസ്പിറ്റലിൽ കയറി എത്ര ബില്ലാണ്. അപ്പോഴാണ് പടച്ച റബ്ബ് ജീവിതത്തിൽ ചെയ്തു തന്ന നിഅമത്തിൻ്റെ വില, ഈ ആന്തരിക അവയവങ്ങളുടെ ഓരോന്നിൻ്റെയും വില എത്രയാണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് ഒരു 10 ദിവസം വെന്റിലേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ലക്ഷങ്ങളുടെ ബില്ല് കൈകളിലേക്ക് തരുമ്പോൾ അന്താളിച്ചു നിന്നു. അറ്റാക്ക് വരാത്തവന് അറ്റാക്ക് വരും സഹോദരങ്ങളെ, അറ്റാക്ക് വരും. പടച്ചോൻ തന്ന ഈ സംവിധാനത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താതെ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി തൻ്റെ അള്ളാഹു തന്ന സമ്പത്തിനെ കൃത്യമായി അർഹതയുള്ള ആളുകൾക്ക്, അവകാശപ്പെട്ടവർക്ക് കൊടുത്തു വീട്ടിയിട്ടില്ലെങ്കിൽ റബ്ബിൻ്റെ ശിക്ഷ താമസിയാതെ കടന്നു വരും എന്നത് ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നോക്കൂ, പരലോകത്തെ ശിക്ഷയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും തങ്കരിച്ചു വെച്ച മനുഷ്യന്മാരെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞതെന്ത്? വല യുൻഫിഖൂനഹ ഫീ സബീലില്ലാ, റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ചിലവഴിക്കാതെ പിടിച്ചു വെച്ചവൻ ആരാണോ ഫബശ്ശർനാഹു ബിഅദാബിൻ അലീം,
അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നത് പ്രവാചകരെ അങ്ങ് അറിയിച്ചു കൊടുക്കണം. വമ്പിച്ച ശിക്ഷയെക്കുറിച്ചാണ്, ഗൗരവപ്പെട്ട ശിക്ഷയെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം. ആ സ്വർണവും വെള്ളിയും എല്ലാം നരകത്തിലിട്ട് തീയിലിട്ട് ചുട്ടു പഴിപ്പിക്കപ്പെടും. ഇത് ഖുർആനാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന, നമ്മൾ തങ്കരിച്ചു വെച്ച സ്വർണവും വെള്ളിയും അതിൻ്റെ കണക്കനുസരിച്ച് പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെ നരകത്തിലിട്ട് ചുട്ടുപഴിപ്പിക്കും. എന്നിട്ട് ഖുർആൻ എന്താണ് പറഞ്ഞത്? ഫതുഖ്വാ ബിഹാ ജിബാഹുഹും. അവരുടെ നെറ്റിത്തടങ്ങളിലേക്ക് അള്ളാഹു വെച്ച് പൊള്ളിപ്പിക്കും. സഹോദരങ്ങളെ, ഫീ ജുനൂബിഹിം വദുഹൂരിഹിം. അവരുടെ പാർശ്വഭാഗങ്ങളിൽ, അവരുടെ മുതുകുകളിൽ വെച്ച് അള്ളാഹു ചുട്ടു പഴിപ്പിക്കും. എന്നിട്ടോ ഹാദാമാ കനസ്തും ലി അൻഫുസിക്കും. ആ സമ്പത്ത് പറയും, നീ നിനക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചതാണ്. നിനക്ക് വേണ്ടി ദുനിയാവിൽ നീ ശേഖരിച്ചു വെച്ച സമ്പത്താണ് ഇത്, നീ ആസ്വദിക്കണം. ഫദൂഖൂ മാ കുന്തും തക്നിസൂൻ. നീ ഇന്ന് അനുഭവിക്കേണ്ടവൻ തന്നെയാണ്, ഇത് നീ അനുഭവിക്കണം എന്ന് പറഞ്ഞ് സമ്പത്ത് നമുക്കെതിരിൽ വെച്ച് നമ്മൾക്ക് ചുട്ടുപഴിപ്പിച്ച് സ്വർണവും വെള്ളിയും നമ്മളുടെ പാർശ്വഭാഗങ്ങളിലേക്ക്, ശരീരങ്ങളിലേക്ക് വെച്ച് പൊള്ളിപ്പിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഖുർആൻ നൽകുന്നതെങ്കിൽ അവകാശപ്പെട്ട ആളുകൾക്ക് ആ സമ്പത്ത് കൊടുത്തുവിട്ടാൻ സഹോദരങ്ങളെ കഴിയണം. തീർന്നിട്ടില്ല. ശാരീരിക വേദനകൾക്കപ്പുറം മാനസിക വേദന, ശാരീരിക വേദനകൾക്കപ്പുറം മാനസിക വേദന സഹോദരങ്ങളെ അനുഭവിക്കേണ്ടി വരും. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിച്ചത് ഉഗ്രവിഷമുള്ള ഉഗ്രവിഷമുള്ള ഒരു സർപ്പത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കഴുത്തിൽ ഇങ്ങനെ വരിഞ്ഞു മുറുക്കും, നെഞ്ചകത്തിലൂടെ ഒക്കെ ഇങ്ങനെ വരിഞ്ഞ് മനുഷ്യനെ മുറുക്കും. പരലോകത്ത് വെച്ച് സ്വർണവും വെള്ളിയും സമ്പത്തും അള്ളാഹു തന്നിട്ട് അത് കൊടുത്തു വീട്ടാത്തവൻ ആരാണോ അവനെ കഴുത്തിലൂടെ വരിഞ്ഞു മുറുക്കും. റസൂലുള്ളാഹ് ആ സർപ്പത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഉഗ്രവിഷം കാരണം അതിൻ്റെ തല വെളുത്തുപോയി. തല വെളുത്ത പാമ്പിനെ ഇന്നവരെ ദുനിയാവിൽ നമ്മൾ കണ്ടിട്ടില്ല. അത്ര വെളുത്തുപോയി. ഉഗ്രവിഷമുള്ള പാമ്പാണ്. ശുജാഉൻ അഖ്റ ആണ്. അതിൻ്റെ 2 കണ്ണുകൾക്ക് സമീപത്തായി കറുത്ത 2 പുള്ളികളെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു. അതിങ്ങനെ വരിഞ്ഞു മുറുക്കും, എന്നിട്ട് ആഞ്ഞു കൊത്തും. അന മാലുക അന കൻസുക. ഞാൻ നിന്റെ ധനമാണ്, നിന്റെ സമ്പത്താണ്, നീ ഇത് അനുഭവിക്കണം. ഓരോ കൊത്തിലും ഉണ്ടാകുന്ന വേദനയും ഭയാനകതയും. സഹോദരങ്ങളെ, പാമ്പിനെ കണ്ടാൽ പേടിക്കാത്തവൻ ആരാണ്? പരലോകത്ത് ഉഗ്രവിഷമുള്ള പാമ്പിനെ നൽകിക്കൊണ്ടാണ് അള്ളാഹു ശിക്ഷ നടപ്പാക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ ഒരു ഭയപ്പാടുണ്ടാകണം. റബ്ബിൻ്റെ നരകത്തെക്കുറിച്ച്, ഭയാനകരമായ ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ട് റബ്ബ് നമ്മളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു മുതൽ അതിൻ്റെ നിസാവെത്തിയാൽ എന്തിനു മടിച്ചു നിൽക്കണം? റബ്ബിൻ്റെ മാർഗത്തിലേക്ക് കൊടുത്ത് ശുദ്ധമാകാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. പലപ്പോഴും ഇങ്ങനെ പിടിച്ചു വെക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒരു കൊല്ലം എൻ്റെ സക്കാത്തിൻ്റെ വിഹിതം കൊടുക്കാതെ അത് കണക്ക് കൂട്ടിയിട്ട് ഒരാൾക്കും കൊടുക്കാതെ കയ്യിൽ വെച്ചാൽ 10,000, 20,000, 50,000 എൻ്റെ അക്കൗണ്ടിലേക്ക് സേവിങ് ആയി എന്നൊക്കെ കരുതുന്ന മനുഷ്യന്മാരുണ്ട്. അങ്ങനെ കരുതുന്നതിനെക്കുറിച്ച് പോലും വലിയ ലാഭമായി കാണുന്നവരുണ്ട്. എന്നാൽ ഖുർആൻ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത്? വല തഹ്സബല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിലി. അല്ലാഹുവിൻ്റെ ഫളിലിൽ നിന്ന് നിങ്ങൾക്ക് തന്ന സമ്പത്തിനെ നിങ്ങൾ കൊടുക്കാതെ പിടിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് ഖൈറാണെന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിചാരിക്കേണ്ടതില്ല. വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂൻ. നിങ്ങൾ പിശുക്ക് കാണിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ആ പണത്തെ സേവ് ചെയ്തു വെക്കുന്നത് നിങ്ങളുടെ നല്ലതിനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ബൽ ഹുവ ശർറുൻ ലക്കും. അത് നിങ്ങൾക്ക് ഷർറാണ്, തിന്മയാണ്, ഹറാമിൻ്റെ മുതലാണ്. ഹറാമിൻ്റെ മുതലാണ്. ഒരുപക്ഷേ ഞാനും നിങ്ങളും നമ്മളുടെ ഭാര്യയും മക്കളും ആ സക്കാത്തിൻ്റെ വിഹിതം കൃത്യമായി കൊടുക്കാതെ നമ്മൾ ഉപയോഗിച്ചാൽ ഹറാമിനാൽ ഊട്ടപ്പെട്ട ശരീരവും ഹറാമിനാൽ ഊട്ടപ്പെട്ട വെള്ളവും ഹറാമിനാൽ ജീവിച്ച തടി ഉപയോഗിച്ച് റബ്ബിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കില്ല. സഹോദരങ്ങളെ, ഈ റമദാനിൽ എത്ര ദിവസം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ സക്കാത്തിൻ്റെ വിഷയം വരുമ്പോൾ പിന്നോട്ട് പോയാൽ നമ്മൾ അറിയണം, കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, അവൻ്റെ സമ്പത്ത് ഹറാമാണെന്ന് പറഞ്ഞത് പിടിച്ചു പറിച്ചവനല്ല, മറ്റുള്ളവൻ്റെ കവർന്നെടുത്തതല്ല. അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും കൈകളിലേക്ക് നമ്മളറിയാതെ നമ്മളറിഞ്ഞിട്ടില്ല റബ്ബ് തന്ന സമ്പത്തുണ്ട്. അത് കൃത്യമായി കണക്ക് നോക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദുനിയാവിലുണ്ട് ശിക്ഷ, പരലോകത്തുണ്ട് ശിക്ഷ.
ഇത് അള്ളാഹുവിൻ്റെ താക്കീതാണ് സഹോദരങ്ങളെ. ഈ വിഷയത്തിൽ മുൻഗാമികൾ പോലും ശ്രദ്ധിച്ചിരുന്നത് നമുക്ക് കാണാൻ കഴിയും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് നിയോഗിക്കുന്നുണ്ട്. അവിടെ നിയോഗിക്കുന്ന സമയം ഒന്നാമത്തെ കൽപ്പന അവിടുന്ന് കൊടുത്തു. അവർ തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായി നമസ്കാരത്തെക്കുറിച്ച് പറയണം. മൂന്നാമത്തേതായി ഫഇൻ അതാഉ, അവർ അതും ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ മൂന്നാമതായി പറയണം അന്നല്ലാഹു ഫുരിദ അലൈക്കും സ്വദഖതൻ ഫി അംവാലിക്കും യഖുദു മിൻ അഗ്നിയാഹിഹിം, അവരുടെ ധനികരിൽ നിന്ന് സമ്പത്ത് പിടിച്ചു വാങ്ങി പാവപ്പെട്ടവർക്ക് കൊടുക്കണം, സകാത്ത് കൊടുക്കണം. ആ സകാത്തിനെ കുറിച്ച് മൂന്നാമതായി മുആദ് ബിൻ ജബൽ നീ സംസാരിക്കണം എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം സഹോദരങ്ങളെ പിന്നീട് ആളുകൾക്കൊരു മനപ്രയാസമായി. അവർ സകാത്ത് കൊടുക്കാതായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം കൈയാളുമ്പോൾ അവരോട് പറഞ്ഞൊരു വർത്താനമുണ്ട്. അവർ പറഞ്ഞു, റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോൾ ഒരു ടാക്സ് എന്നോണാണ് ഞങ്ങൾ കൊടുക്കണമെന്ന് റസൂലുള്ള പറഞ്ഞത്. ഇത് കേൾക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൗനം പാലിച്ചില്ല. അവരോട് പറഞ്ഞു, ഈ അബൂബക്കറാണെങ്കിൽ, ഈ അബൂബക്കർ സിദ്ദീഖ് നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, ഇനി ഒട്ടകം പോയിട്ട് ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുക്കേണ്ടി വന്നാൽ, നിങ്ങൾ കൊടുക്കാതിരുന്നാൽ നിങ്ങളുമായി ഞാൻ യുദ്ധത്തിലേർപ്പെടും. ആരോടാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ്റെ വർത്തമാനം വിശ്വാസികളോട് പറയാണ്. ഇത് കൊടുക്കാത്തതിൻ്റെ പേരിൽ യുദ്ധം ചെയ്തു വാങ്ങും എന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്രയാണ് ഈ സകാത്തൊക്കെ കൊടുക്കേണ്ടത്? എന്താണ് കൊടുക്കേണ്ടത്? നാണയമാണ്. നമ്മുടെ കൈകളിലേക്ക് വരുന്ന ശമ്പളമായി, വാടക ഇനത്തിൽ, ഒരുപക്ഷെ മറ്റുള്ളവർക്ക് കടം കൊടുത്തത് ഒക്കെ നമ്മുടെ സമ്പത്താണ്. ആ സമ്പത്തിൻ്റെ 2.5% അത് കൃത്യമായി കൊടുത്തുവിട്ടാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. മറ്റൊന്ന് സ്വർണ്ണാണ്. വീട്ടിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ട് തങ്ങളുടെ കൈവശം വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 10.5 പവനിൽ കൂടുതൽ വന്നാൽ നിങ്ങൾ സകാത്ത് കൊടുക്കണം. 2.5% അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കണം എന്നത് ഇസ്ലാമാണ് പഠിപ്പിച്ചത്. അങ്ങനെ കൊടുക്കാതെ കൂട്ടിവെച്ചാൽ, പൂഴ്ത്തിവെച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷയുണ്ട്. കൊടുക്കേണ്ടത് സഹോദരങ്ങളെ കൂടുതലൊന്നുമല്ല, വളരെ കുറഞ്ഞതാണ്. 2.5% മാത്രമാണ്. 10.5 പവനിൽ കൂടുതലുണ്ട് എങ്കിൽ ഒരുപക്ഷെ 11 എന്താ ചെയ്യേണ്ടത്? 1/2 പവനാണോ കൊടുക്കേണ്ടത്? അല്ല. 10.5 കഴിഞ്ഞാൽ പിന്നീട് 11 പവനുണ്ടോ? 11 പവനിൻ്റെയും 2.5% കൊടുക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും അജ്ഞത കാരണം ആളുകളൊക്കെ കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന മനുഷ്യന്മാരെ കാണാൻ കഴിയും. എത്ര ഗൗരവമാണ് നമസ്കാരത്തിന്, എത്ര ഗൗരവമാണ് നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതെങ്കിൽ സഹോദരങ്ങളെ, കൃത്യമായി സകാത്ത് കൊടുത്തു വീട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് ഇതിൻ്റെ അവകാശികൾക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ഒന്ന് ഫക്കീറാണ്, നമുക്കറിയാം, പരമദരിദ്രനാണ്, ഒന്നുമില്ല, കയ്യിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിക്കുന്ന മനുഷ്യന്മാർ, ഫക്കീറന്മാരുടെ ലിസ്റ്റ് എമ്പാടുണ്ട്. എന്നാൽ രണ്ടാമത്തൊരു ഗണം പറഞ്ഞത് മിസ്കീന്മാരാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ ഭാരിച്ച ചെലവുകൾ 2 വട്ടം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ ജീവിക്കുന്ന സഹോദരങ്ങളുണ്ട്. വലിയ വീടുണ്ടാകും, വലിയ സൗകര്യങ്ങളുണ്ടാകും, എന്നാൽ എല്ലാം തകർന്ന് തരിപ്പണായി. നല്ല കുപ്പായായിരിക്കും, ആരോടൊന്നും ചോദിക്കില്ല. മര്യാദയ്ക്ക് വീട്ടിൻ്റെ ഉള്ളിൽ പ്രയാസങ്ങൾ കടിച്ചമർത്തി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവരാണ് മിസ്കീന്മാർ. 2 വട്ടം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന 100 കണക്കിന് മനുഷ്യന്മാരുണ്ട് സഹോദരങ്ങളെ. പലപ്പോഴും അവരുടെ സങ്കടങ്ങൾ പറയാൻ അവർക്ക് മടിയാണ്. അവരെയൊക്കെ കണ്ടെത്തി സകാത്തിൻ്റെ ഈ സംവിധാനം കൃത്യമായി മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയെടുത്ത് അത് പാവപ്പെട്ടവന്, അർഹതപ്പെട്ടവന്, അവകാശപ്പെട്ടവന്, ഖുർആൻ പറഞ്ഞ ആളുകൾക്ക് കൃത്യമായി കൊടുത്തു വീട്ടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സകാത്ത് കൃത്യമായി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കൊടുത്തവരാണോ? ഒരുപക്ഷെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ ഇനി ഇത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ നാവിൽ നിന്ന് പറഞ്ഞതൊക്കെ ഖുർആനും ഹദീസ് മാത്രമാണ് സഹോദരങ്ങളെ. ഇത് വെറുമറുത്താനല്ല. സമ്പത്തു തന്നവൻ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസത്തിലേക്ക് ഞാനും നിങ്ങളും തിരിച്ചു പോകേണ്ടതുണ്ട്. റബ്ബിനോട് കൃത്യമായി കണക്ക് ബോധിപ്പിക്കാതെ തൻ്റെ കാൽച്ചുവട് മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തിന് സഹോദരങ്ങളെ പിടിച്ചു വെക്കണം. കണക്കനുസരിച്ച് കൃത്യമായി എത്രയാണോ വരവുള്ളത് കൃത്യമായി കണക്കുകൂട്ടി കൊടുത്ത് സ്വസ്ഥമായി നമ്മൾ ഉപയോഗിക്കുന്ന സമ്പത്ത് ഹലാലിൻ്റെതാണ്, പരിശുദ്ധമായതാണ്. ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല ഹലാലിൻ്റെ മുതലാണ്.
അവിടെയാണ് അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നത്. പലപ്പോഴും ബർക്കത്ത് എന്താണെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന മനുഷ്യരാണ് റബ്ബ് ഏറ്റി ഏറ്റി തരും എന്നത് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ സക്കാത്തിനെ കൃത്യമായി കൊടുത്തുവിട്ടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. രണ്ടാമത്തെ 10ലേക്ക് കടന്നപ്പോൾ മുസ്ലിം സമൂഹം ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇസ്ലാമിലെ അറിയപ്പെട്ട ഒരു യുദ്ധത്തെക്കുറിച്ചാണ്. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട സംസാരങ്ങളും അത്തരത്തിലെ ചില പ്രവൃത്തികളും ഒക്കെ ചെയ്തുകൊണ്ട് മനുഷ്യർ മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും. പലപ്പോഴും ബദറിൻ്റെ ചരിത്രം ഒരു വലിയ പാഠമാണ് സഹോദരങ്ങൾ. വെറുതെ ഒരു ചരിത്രം കേട്ടുപോകുന്നതിനേക്കാളപ്പുറം ഇസ്ലാം പഠിപ്പിച്ച ഒരു വലിയ പാഠം ബദറിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ആ ദിവസത്തെ പോലും അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് യൗമുൽ ഫുർഖാൻ. ഖുർആനെക്കുറിച്ച് പറഞ്ഞത് ഫുർഖാനാണ്, സത്യാസത്യ വിവേചനം നൽകുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു. എന്നാൽ ബദർ ദിനത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ഒരു ദിവസത്തെക്കുറിച്ച്. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, അത് കൃത്യമായി ഈ ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. ബദർ ചരിത്രത്തെ മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പിന്നൊരാശങ്ക ഉണ്ടാകാൻ പാടില്ല. എന്താണ് തൗഹീദ്? പടച്ചോനെ അറിയാതിരിക്കാൻ പാടില്ല. റബ്ബിനെ തിരിച്ചറിയുന്നവരാകണം. എത്രത്തോളം നമുക്കറിയാം, വിശ്വാസികളും അവിശ്വാസികളായ ആളുകളും തമ്മിൽ ശത്രുപക്ഷത്തിൻ്റെ നേതാവ് അബൂജഹലാണ്. രണ്ടുപേരും തലേന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവിനോട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവെ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ അബൂജഹലും ആ രാത്രി പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവെ എന്നതാണ്. എന്താ വ്യത്യാസം? പിന്നെന്തിനാണ് യുദ്ധം? അവിടെയാണ് മുസ്ലിം സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം എന്താണ് സംഭവിച്ചത്. അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ സ്വീകരിച്ചു എന്ന നിലപാടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മുൻകഴിഞ്ഞുപോയ വലിയ മഹത്തുക്കളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുകയും സഹായാർത്ഥന നടത്തുകയും ചെയ്ത ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അറിയേണ്ടത് ബദർ ദിനത്തെക്കുറിച്ച് കൃത്യമായി അബൂജഹലിൻ്റെ പ്രാർത്ഥനയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയും ഒരേ രാത്രി ഉയർന്നിട്ടുണ്ടെങ്കിൽ റബ്ബ് അത്ഭുതം സൃഷ്ടിച്ച് വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ആകാശത്തു നിന്ന് മലക്കുകളെ ഇറക്കിയിട്ടാണ് അള്ളാഹു അബൂജഹലും സംഘത്തെയും തൂഫാനാക്കി കളയുന്നത്. തകർത്തു കളഞ്ഞു സഹോദരങ്ങളെ. മുസ്ലിം സമൂഹം വിജയിച്ചു. എന്നാൽ അവർ നിരത്തിയ ചില വാദങ്ങളുണ്ട്. മൺമറഞ്ഞുപോയ ആളുകളെ സ്വീകരിക്കാൻ അവർ പറഞ്ഞ ചില വാദങ്ങൾ, ഒന്ന്, ഞങ്ങളെ അടുപ്പിക്കാനാണ്. നമ്മളൊക്കെ പാപികളാണ്, തിന്മകൾ ചെയ്യുന്നവരാണ്, എങ്ങനെ റബ്ബുമായി അടുക്കും? അവർ പറഞ്ഞത് അള്ളാഹുലേക്ക് അടുപ്പിക്കാനാണ് മരിച്ചുപോയ ആളുകളുമായി ഞങ്ങൾക്ക് ബന്ധമുള്ളത്, പ്രാർത്ഥിക്കുന്നത്, സഹായാർത്ഥന നടത്തുന്നത് എന്നത് പറഞ്ഞ വിശ്വാസം കാണാം. മറ്റൊന്ന്, പടച്ച റബ്ബിൻ്റെ അടുക്കൽ ശുപാർശ പറയാൻ ഈ മരിച്ചുപോയ മഹത്തുക്കൾ ബദരീങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് മരിച്ചതിന് ശേഷവും ബദരീങ്ങളോട് നമ്മൾ വിളിക്കുന്നത് എന്നത് പറയും. മറ്റൊന്ന്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എവിടാണ് സഹോദരങ്ങളെ ഖുർആനിൽ പഠിപ്പിച്ചത്? എവിടാണ് ഹദീസിൽ പഠിപ്പിച്ചത്? കൊടുത്ത കഴിവ് കൊണ്ട് ചോദിക്കാൻ ഖുർആനിൻ്റെ ഒരായത്ത് ഒരാൾക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല. അവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ച ബദർ യുദ്ധ ചരിത്രം പഠിപ്പിക്കുമ്പോൾ കൃത്യമായി തൗഹീദെന്ത്, ശിർക്കെന്ത്, ഒരിക്കലും ജീവിതത്തിൽ ശിർക്ക് വരാൻ പാടില്ല. റമദാൻ 17 വന്നാൽ വലിയ ആഘോഷമാണ്, ബദർ ദിനം ആഘോഷിക്കുകയാണ്, ബദരീങ്ങളുടെ ആണ്ട് നടത്താണ്. ഇതൊക്കെ എന്ത് ഇസ്ലാമാണ്? ആരാണ് പഠിപ്പിച്ചത്? ഇസ്ലാമിൽ അത്തരത്തിലൊരു ആഘോഷമോ അത്തരത്തിലൊരു ആചാരമോ അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നോക്കണം, ബദരീങ്ങൾ രാത്രി പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. അവർക്ക് സഹായം അള്ളാഹുവാണ് ഇറക്കി കൊടുത്തത്. സദാസമയം വിശ്വാസികളുടെ പ്രാർത്ഥന കേൾക്കാൻ അള്ളാഹു സന്നദ്ധനാണ്. പ്രാർത്ഥന കേൾക്കുന്ന, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന ഒരു റബ്ബിനോടാകണം
സഹോദരങ്ങളെ പ്രാർത്ഥിക്കേണ്ടത് മരിച്ചുപോയ ബദരീങ്ങളോടല്ല, പ്രവാചകനോടല്ല. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു പോയാൽ സഹോദരങ്ങളെ എന്താണ് അതിൻ്റെ ഗൗരവം? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. പ്രവാചകനോടാണ് താക്കീത്. നിങ്ങളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും. എടുത്ത നോമ്പും നമസ്കാരവും ഒന്നും റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടില്ല. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅ്വഹു നാർ. അവന് സ്വർഗ്ഗം നിഷിദ്ധാണ്, അവൻ്റെ സങ്കേതം നരകാണ്. സഹോദരങ്ങളെ, അതൊക്കെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കാൻ ഒരിക്കലും ജീവിതത്തിൽ ശിർക്ക് വരാൻ പാടില്ല. ശിർക്ക് വന്നാൽ എല്ലാം തകർന്നു പോകും. റബ്ബല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, നെഞ്ചത്ത് കൈവച്ച് 17 തവണ അള്ളാഹുവിനോട് വെക്കുന്ന ഒരു കരാറുണ്ട്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിന്നോട് മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നെ മാത്രമാണ് ആരാധിക്കുന്നതും നിന്നോട് മാത്രമാണ് സഹായാർത്ഥന നടത്തുന്നതും എന്നത് അള്ളാഹുവിനോട് നെഞ്ചത്ത് കൈവച്ച് നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കരാറേറ്റെടുത്തിട്ട് പ്രതിജ്ഞ വെച്ചിട്ട് പുറത്തിറങ്ങിക്കഴിയുമ്പോൾ റബ്ബല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കപ്പെടേണ്ട ഒരു ഗതികേട് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാം തകർന്നു പോകും, തരിപ്പണാകും. പരലോകത്ത് കത്തിജ്വലിക്കുന്ന നരകത്തിൻ്റെ ആളുകളായിത്തീരും. അതുകൊണ്ട് ഗൗരവമാണ് ഈ വിഷയങ്ങളൊക്കെ നന്നായി പഠിച്ച് ഒരു ഖുതുബയിൽ ഒരു സക്കാത്തും ബദർ ചരിത്രവും എല്ലാം പഠിക്കാൻ പറ്റില്ല. ഉള്ള സമയം എത്രയാണോ കിട്ടുന്നത് ഇസ്ലാമിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഒറിജിനൽ വിശ്വാസികളായി റബ്ബിനെ കണ്ടുമുട്ടാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഒന്ന് രണ്ട് വിഷയം കൂടി സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, നമ്മളുടെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കളക്ഷൻ എടുത്തത് 11,600 രൂപ അൽഹംദുലില്ലാഹ് ആ ദിവസം നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മളുടെ ഷെൽട്ടർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനം, ജീവകാരുണ്യ പ്രവർത്തനമാണ്. അതിൻ്റെ ഒരു ചെറിയ ബോക്സ് വെച്ചിട്ടുണ്ട്. പരമാവധി റമദാനിൽ അശരണരായ, നിർധനരായ, വിധവകളായ ആളുകളെയൊക്കെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ നിലക്ക് നിങ്ങളുടെ ഒരു ചെറിയ സഹായം ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്താണ്. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഖുർആൻ എന്നൊരു സംവിധാനം അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചെറിയ മക്കൾക്ക് ഖുർആൻ പഠിക്കാൻ ഏറ്റവും നല്ലൊരവസരമാണ്. 4 വയസ്സ് മുതൽ ഏതാണ്ട് 6.5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഖുർആൻ പഠിക്കാൻ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ മനോഹരമായി നമ്മളുടെയൊക്കെ മക്കളെ പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു സംവിധാനം അൽഹംദുലില്ലാഹ് 2 വർഷമായി ഇവിടെ നടന്നു വരികയാണ്. അതിൽ പങ്കാളികളാകാൻ, നമ്മുടെ മക്കളെയൊക്കെ ഖുർആനിൻ്റെ ആളുകളായി വളർത്താൻ സഹോദരങ്ങളെ ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരമാണ്. അതിൻ്റെ ഒരു അഡ്മിഷൻ സമയമാണ്. അതിന് ഇവിടുത്തെ ഭാരവാഹികളുമായി ബന്ധപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തിയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവെ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉറ്റ ബന്ധുക്കൾക്കും ആദർശ സഹോദരങ്ങൾക്കും അള്ളാഹുവെ നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നാദ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.